തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞുങ്ങളെ വിൽപ്പനയ്ക്കുണ്ട് എന്ന് തുടങ്ങിയ ഒരു രസകരമായ കമൻ്റാണ് കൊറോണ ടൈമിൽ നമ്മളെ കമൻറ്റ് ബോക്സിലേറെ നമുക്ക് കാണാൻ പറ്റിയത്. ഓക്കെ, അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഇതിൻ്റെ ഒരു നിര തന്നെ നമുക്ക് കാണാം. ഇന്ന് ട്രെൻഡിങ് ആയിട്ടുള്ള പല കമൻസും ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഒരാളിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെ ചുറ്റിപ്പറ്റി വീണ്ടും വേറെ സിമിലർ ആയിട്ടോ സെയിം ആയിട്ടോ ഉള്ള പല കമൻസും. ഏറെക്കുറെ ഒരു പരിധി വരെ നമുക്കിതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്, വായിക്കാറുണ്ട്, ചിരിക്കാറുണ്ട്, ഞാനും ചെയ്യാറുണ്ട് അതൊക്കെ തന്നെയും. പക്ഷേ ഇങ്ങനെ ചെറിയൊരു കാര്യത്തിൽ മറ്റുള്ളവർ ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ആവപ്പെടുന്നു എന്നുള്ളത് പോലെ തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തിലും മിക്ക സമയങ്ങളിലും പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സാണ് ഇതിലേക്ക് പെട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, അതിൻ്റെ പോസിറ്റീവ് എന്താണ്, അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്താണ് എന്നൊന്നും ചിന്തിക്കാതെ ഈ ഒരു പെർട്ടിക്കുലർ മോബിലേക്ക് യങ്സ്റ്റേഴ്സ് അങ്ങ് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് അട്രാക്റ്റഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. ബൈ ദ ടൈം നമ്മൾ പ്യുവർ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരു മോബ് സൈക്കോളജി എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇപ്പം ഞാനത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഓട്ട് വൺ ഔട്ട്. അവരെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോവും, അല്ലെങ്കിൽ ഞാൻ കൊള്ളാത്തവനായി പോവും, ഞാൻ ആ ഗ്രൂപ്പിലല്ല, എൻ്റെ വൈബ് അതല്ല. നമുക്കിപ്പം കേൾക്കാൻ പറ്റുന്ന ഒരു ടേമാണ് വേറെ തന്ത വൈബാണെന്നൊക്കെ പറയും അല്ലേ. അതായത് ബിലോങ് ടു ദ സെർട്ടൻ ഏജ്, ഇന്ന പോലെ നീ പെരുമാറണം, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണത്. അതല്ലാന്നുണ്ടെങ്കിൽ അല്ല, യു ആർ നോട്ട് അക്കോർഡിംഗ് ടു ദ എക്സ്പെക്റ്റേഷൻ. സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത് എങ്ങനെ പെരുമാറണം, എങ്ങനെ പെരുമാറണ്ട എന്നുള്ളത്. അപ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, സോഷ്യലി ആക്സെപ്റ്റബിൾ ആവുന്ന രീതിയിൽ മാത്രമേ നമുക്ക് പെരുമാറി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളത് ഒരു ഫാക്റ്റാണ്, നല്ല കാര്യത്തിൻ്റെ എടുത്ത് പറയുകയാണെങ്കിൽ. ബട്ട് നമ്മൾ ലോജിക്കലി നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു ഇവിടെ. എന്താണോ നമുക്ക് നല്ലത്, അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്, പ്രത്യേകിച്ച് നമ്മൾ മറ്റൊരാളെ ട്രീറ്റ് ചെയ്യുമ്പം എപ്പോഴും നമ്മളെ മൈൻഡിൽ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, എങ്ങനെ ഞാൻ ട്രീറ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു അതുപോലെയാണ് ഞാൻ മറ്റൊരാളെ ട്രീറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു മൈൻഡ് സെറ്റോടു കൂടിയാണ് നമ്മൾ പോകുന്നതുണ്ടെങ്കിൽ തന്നെയും ഏറെക്കുറെ നമുക്കൊരു ട്രബിളിൽ പെടുന്നതിനെ ഒഴിവാക്കാൻ പറ്റും. മാത്രമല്ല ഇത് നമുക്ക് ക്വയറ്റ് നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രാക്ടീസ്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും നമുക്കിത് ചെയ്യാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. കോൺസിക്വൻസസ് ഉണ്ടാവും, ചില സമയത്ത് നമ്മൾ ഒറ്റപ്പെടും. ബട്ട് ട്രൂത്ത് നമ്മുടെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എപ്പോഴും ഒരു ഗൈഡും കൂടിയായി മാറുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.